ഹായ് ഗൈസ്, അപ്പോൾ ബെൻസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു എർത്ത് ലീക്കേജ് ഫോൾട്ട് കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ELCBൻ്റെ ഔട്ട് ഗോയിങ് ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ELCB ആണ് ചെക്ക് ചെയ്യേണ്ടത്. എർത്ത് ലീക്കേജ് തന്നെയാണോ അല്ല ELCBൻ്റെ ഷണ്ട് കോയിലിൻ്റെ പ്രശ്നമാണോ എന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ELCBൻ്റെ ഔട്ട് ഗോയിങ് ഒഴിവാക്കിയിട്ട് ഇൻകമിങ് മാത്രം കൊടുത്തിട്ട് എന്നിട്ട് ELCB കുറച്ച് നേരം ഓണാക്കിയിടുക. ELCB ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവുന്നത് എല്ലാം എർത്ത് ലീക്കായി നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഓണാക്കിട്ടെ. ഇത് കുറച്ച് കാലം പഴക്കമുള്ളൊരു വയറിങ്ങാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടെസ്റ്റിംഗ് ഒന്നും ഇങ്ങനെ ചെയ്യേണ്ടത്. കണ്ടില്ലേ, നമ്മുടെ വർക്ക് ചെയ്യുന്നത് മൂപ്പരുടെ പേര് മണി മുസ്തഫ എന്നാണ്. നമ്മുടെ റിൻസ്റ്റെക്കിൻ്റെ സീനിയർ ഇലക്ട്രീഷ്യനാണ് മൂപ്പര്. അപ്പം ഇതിൽ ELCB നമ്മൾ കുറച്ച് നേരം ഓണാക്കിയിട്ട് ചെക്ക് ചെയ്യാം. ELCB കുഴപ്പമൊന്നുമില്ല. ഇനി സെക്ഷനായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും, 1 by 1 ആയിട്ട്. എല്ലാ MCBകളും ആദ്യം ഓണാക്കിയിടുക. ഇനി ഓരോ റൂമിൻ്റെയും സ്വിച്ച് ബോർഡുകൾ ഓണാക്കാം. ELCB നമുക്ക് കംപ്ലൈൻ്റ് ഇല്ല, അതുകൊണ്ടാണ് ഓരോ റൂമിൻ്റെ സ്വിച്ച് ബോർഡുകൾ ഓണാക്കുക. കാരണം ഇവിടെ LED ലൈറ്റുകളൊക്കെ കൊടുത്തു തരണം. LED ഡ്രൈവുകളൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ELCB ട്രിപ്പാവും. എല്ലാ ELCBൻ്റെയും കംപ്ലൈൻറ്റ് നമുക്ക് എർത്ത് ലീക്കേജ് ഒന്നും പറയാൻ കഴിയില്ല. ELCB ട്രിപ്പ് ആകുന്നൊരു പ്രശ്നം വന്നാൽ നേരെ എർത്ത് ലീക്കേജാന്ന് നോക്കി ELCB മാറ്റുന്നതൊരു വിഡിത്തരായിരിക്കും. എല്ലാം ചെക്ക് ചെയ്യാം. ഒരു മിനി ഫ്രിഡ്ജുണ്ട്, ഇൻവേർട്ടർ, ഇതിൻ്റെ കംപ്ലൈൻറ്റ് പെട്ടെന്ന് ട്രിപ്പ് ആവുന്നതല്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കുറച്ച് സമയം എടുത്തിട്ട് ELCB ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം ട്രിപ്പ് ആവുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ എർത്ത് ലീക്കേജ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതൊരു ഹോം സ്റ്റേ ആണ്. ഒരു ഹോം സ്റ്റേ ആണ്. ഒരിക്കലും ഇതേപോലത്തെ പരിപാടികൾ ഒരു ഇലക്ട്രീഷ്യന്മാർ ചെയ്തു വെക്കരുത്. നമ്മൾ വാങ്ങുന്ന പൈസയ്ക്ക് അയാളുടെ പണിയെടുത്ത് കൊടുക്കുക. അറിയില്ലാത്ത പാർട്ടിയാണെങ്കിൽ ഒരിടത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതുണ്ടോ, ഇതൊരു സ്ട്രീറ്റ് ലൈറ്റിലേക്ക് പോകുന്ന കേബിളാണിത്. സാധാ 1 സ്ക്വയർ വയറ് ഒരു പൈപ്പിലൂടെ ഇട്ട് വെച്ചേക്കുക. ഇതിനൊക്കെ UG കേബിളാണ് വലിക്കേണ്ടത്. ഇത് നോക്കി, ഇതിൻ്റെ ഫുള്ള് കണ്ടിന്യൂഷൻ ഞാൻ കാണിച്ചു തരാം. പൈപ്പൊക്കെ ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ കാട്ടി വെച്ചേക്കുന്ന കോലം. അവിടെ കംപ്ലൈൻറ്റ് കണ്ടെത്തി. ഇതാ വയറിൻ്റെ തുമ്പാണിത്. ഇതുണ്ടോ കാട്ടി വെച്ചേക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഇലക്ട്രീഷ്യൻ പണിയെടുക്കരുത്. ശരിക്കും ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരെ ഇങ്ങനെ കണ്ടുപിടിച്ച ഒരു ലൈസൻസൊക്കെ റദ്ദാക്കി കളയാറുണ്ട്. അപ്പോൾ അകത്ത് ഞങ്ങളൊരു MCB ട്രിപ്പാണ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രേസ് ചെയ്ത് വന്ന് എന്താ കംപ്ലൈൻറ്റ് അടുത്ത് കാണിച്ചത്. UG കേബിൾ ഇട്ടാണ് ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത്. സ്ട്രീറ്റ് ലൈറ്റിനുള്ളത് ഇതുണ്ടോ പൈപ്പ് ചെയ്യിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട്
എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ യു ജി കേബിൾ ആക്കാൻ പോവാണ്. അതിന് മുമ്പ് കംപ്ലൈൻറ്റുകൾ ഫോൾട്ടുകളൊന്ന് ഫൈൻഡ് വെക്കാനാണ്. ഇതുണ്ട് മണ്ണിൽ അടിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, ഇതാണ് നമ്മൾ ഗാർഡന് കൊടുക്കുന്ന ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പൂച്ചെടി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിങ്ങനെ ഇവിടെ കുത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വയറൊക്കെ ഉണ്ട് വിട്ടുപോയിട്ടുണ്ട്. കേബിൾ ഇട്ടാണ് സാധാ വയറിംഗ് പൈപ്പ് കൂടെ സാധാ നമ്മൾ ഹൗസ് വയർ നിൽക്കുന്ന 1 സ്ക്വയർ വയർ ഇട്ട് വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെ ആരും DB ഡ്രസ്സിങ് ചെയ്ത് വെക്കരുത്. DB ഡ്രസ്സിങ്ങിന് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നതാണ് അടുത്തതിൽ. അപ്പം DB ഡ്രസ്സിങ് ചെയ്ത് ഇത്രയ്ക്കും എന്തെങ്കിലും ഒരു വയർ കീറ്റാൽ ഫയർ സംഭവിക്കുകയാണ്, കുറേ എണ്ണത്തിനെ ബാധിക്കും. ഇതൊക്കെ ഉപയോഗിക്കുന്നത് സ്നൈഡറിൻ്റെ ELCB ബ്രേക്കർ, ലെഗ്രാൻഡ്, ഇതൊക്കെ നല്ല തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ DB ഡ്രസ്സിങ് ഈ എത്ര നല്ല സാധനം ഉപയോഗിച്ചാൽ നമ്മളുടെ വർക്ക് ഇത്രയും കോളായി കഴിഞ്ഞാൽ അതിൻ്റെതായ കംപ്ലൈൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. മോശമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അടുത്തൊരു വീഡിയോയിൽ DB ഡ്രസ്സിങ് ചെയ്യുന്നതാണ്. നമ്മൾ ഫോൾട്ടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിന് മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. LED ലൈറ്റുകളൊക്കെ ഉള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ റൂമുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ELCB ഇങ്ങനെ ട്രിപ്പായി കളിക്കുന്നതാണെങ്കിൽ ഡ്രൈവ് ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്കൊരു 8 LED ലൈറ്റിൻ്റെ ഡ്രൈവ് കംപ്ലൈൻറ്റ് കിട്ടി. എട്ട് LED ലൈറ്റ് അതിൻ്റെ ഡ്രൈവ് നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടി. അപ്പം ഇതും കൂടെ ചെക്ക് ചെയ്യണം. LED ഡ്രൈവുകളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ELCB ഇങ്ങനെ ട്രിപ്പായി കളിക്കുന്നത് നമുക്ക് പൊതുവെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ആ പഴയ പൈപ്പൊക്കെ ഊരി ഒഴിവാക്കി UG കേബിൾ ഇടാൻ വേണ്ടി ട്രെഞ്ച് എടുത്തിട്ടുണ്ട്. പുതിയ UG കേബിൾ ഇട്ടിട്ട് ചാർജ് ചെയ്യുക. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ ഒരു വർക്ക് കണ്ടിട്ടൊരു ആദ്യം ചെയ്തു വെച്ച് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തു വെക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? ഇത് ഫുള്ള് ഒഴിവാക്കിയില്ല. അതിന് കണ്ടില്ലേ, പൈപ്പൊന്നുമില്ല കുറേ സ്ഥലത്ത്. വെറുതെ ഒരിക്കലും 1 സ്ക്വയർ വയർ നിലത്തുകൂടെ ഇട്ട് വെക്കരുത്. UG കേബിൾ തന്നെ ഇറക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഫോൾട്ട് നമ്മൾ കണ്ടെത്തി. ഈ കേബിള് ഒരു 1.4 പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇട്ടാൽ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് UG കേബിൾ ഇട്ട് ട്രെഞ്ചൊക്കെ മൂടി ആ എർത്ത് ഫോൾട്ടിനെ അവിടെ ഫൈൻഡ് ചെയ്ത് ELCB ഓക്കെ ആക്കി.